പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ളുഹർ, അസർ, മഗ്രിബ് എന്നിവ ഖളാ ആയ ഒരാൾക്ക് ഇശാ നമസ്കാരത്തിൽ പങ്കെടുക്കാമോ? അങ്ങനെയെങ്കിൽ ഖളാ ആയ നമസ്കാരം എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിസ്കാരം ഖളാ ആവുക എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. എങ്ങനെയാണ് നിസ്കാരം ഖളാ ആവുക? ബോധപൂർവം ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഉപേക്ഷിക്കുകയോ പിന്തിപ്പിക്കുകയോ ചെയ്യുക എന്നത് വലിയ ഗൗരവകരമായ പാപമായി കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിസ്കാരം ഖളാ ആകാതെ നോക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യുവാനുള്ളത്. ഒരാൾ മുസ്ലിമാകുന്നതോടുകൂടെ അവൻ നിർബന്ധമായും കൃത്യതയോടുകൂടിയും നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ് നിസ്കാരം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും നിസ്കാരം വിശ്വാസികളുടെ മേലിൽ സമയബന്ധിതമായി നിർബന്ധമാക്കിയിട്ടുള്ള ആരാധനയാകുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്തിൽ നിന്നും അതിനെ ബോധപൂർവം തെറ്റിക്കുക എന്ന് പറയുന്നത് വലിയ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ നാം ആ രംഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഏത് സാഹചര്യത്തിലാണെന്നറിയില്ല, സഹോദരന് ളുഹറും അസറും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്രയിലോ മറ്റു സാഹചര്യങ്ങളുമെല്ലാം ഉണ്ടാകുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ ളുഹറും അസറും ഒന്നിരിക്കൽ മുമ്പിലേക്കോ അതല്ലെങ്കിൽ പിന്നിലേക്കോ കൂട്ടി ഒന്നിച്ച് നിസ്കരിക്കുവാനുള്ള അവസരം പോലും ഇസ്ലാം നൽകുമ്പോൾ ഒരിക്കലും തന്നെ ഖളാ എന്ന് പറയുന്ന അവസ്ഥ വരുന്നില്ല. ഇനി രോഗമോ മറ്റോ കാരണത്താൽ അതല്ലെങ്കിൽ ഉറക്കത്തിലോ പെട്ട് ബോധക്ഷയമോ കാര്യമോ ഉണ്ടായി അങ്ങനെ ഖളാ ആയതുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ അള്ളാഹു ആ സഹോദരന് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഇശാ ജമാഅത്തിന് പള്ളിയിൽ അദ്ദേഹം എത്തുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ളുഹറിൻ്റെ ഉദ്ദേശത്തോടു കൂടെ ഇശായിൽ പങ്കെടുക്കുന്നു. ഇമാമിൻ്റെ ഇശായിൻ്റെ കൂടെ ളുഹറിൻ്റെ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം നിസ്കാരത്തിൽ പങ്കെടുക്കുന്നു. ഇമാമ് ളുഹർ ഇശായിൽ നിന്ന് പിന്തിരിയുന്നതോടുകൂടി അദ്ദേഹം അതോടുകൂടി തന്നെ അസർ ജംആക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന രീതിയാണ് വേണ്ടത്. ശേഷം മഗ്രിബും ഇശാവും കൂടെ ജംആക്കിക്കൊണ്ട് അദ്ദേഹം നിസ്കരിക്കുകയാണ് വേണ്ടത്. പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ ഭിന്നതകളുടെ കൂട്ടത്തിൽ കുറച്ചുകൂടെ പ്രമാണങ്ങളോട് അടുത്തു നിൽക്കുന്നതും യുക്തിഭദ്രമായതും ഈ ഒരു രീതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.